ആദ്യം വേണ്ടത് സാർ ഇതിനകത്ത് ഞാൻ പറയാനുള്ളത് പറയാം. സാർ ഇതിനകത്ത് ഒരു ധവളപത്രം വെക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്, ഞങ്ങളും അംഗീകരിക്കുന്നു. ധവളപത്രം കൃത്യമായിട്ട് വന്നാൽ എല്ലാ കാര്യങ്ങളും വരും. ധവളപത്രത്തിനകത്ത് വരുന്നതിന് ഒരു കാര്യവും നമുക്ക് പേടിയില്ല, വിഷമമില്ല എന്ന് മാത്രമല്ല, നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറി സത്യം പുറത്തു വരുന്നത് നല്ലതാണ്. സാർ ആ ധവളപത്രം വെക്കുമ്പോൾ അതിനകത്ത് ചില പ്രൊപ്പറേറ്റി ഉണ്ട് സാർ. ഇതിനകത്ത് കമ്മിറ്റിക്കകത്ത് വെച്ചേക്കുന്ന ആളുകളെ പറ്റി പത്രത്തിൽ വായിച്ചു. അവരെ പറ്റിയും എനിക്ക് വ്യക്തിപരമായി നല്ല ബഹുമാനമുള്ള ആളുകളാണ് സാർ. വളരെ നല്ല അക്കാഡമിക് അല്ലെങ്കിൽ ഈ രംഗത്ത് ഭരണപരിചയമുള്ള ആളുകളാണ് സാർ. ഇവിടുത്തെ പ്രശ്നം, നമ്മൾ സാധാരണ ധനകാര്യ വകുപ്പിന്റെ ഒരു ധവളപത്രം അവതരിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് ഡോക്യുമെന്റ് എല്ലാം നോക്കിയിട്ടാണ് സാർ വെക്കേണ്ടത്. നിങ്ങൾക്ക് നോട്ടീസ് തന്നതിനകത്ത് ആ വിശദമായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ സാർ അതിനെ സംബന്ധിച്ച് ഈ ക്രമപ്രശ്നം ഉന്നയിക്കുന്ന ആൾ അത് ഉന്നയിക്കുകയും ബന്ധപ്പെട്ട മന്ത്രി, ഇവിടെ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം പറയുകയും അത് സംബന്ധിച്ച് റൂളിംഗ് ചെയർ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് എത്രയോ കാലമായി, ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സഭയിൽ എത്രയോ കാര്യങ്ങൾ കണ്ടത് അങ്ങനെയാണ് സാർ. സാറ് ഏറ്റവും സജീവമായ ഒരു മെമ്പറായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ്. അതായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ ബഹളത്തിനിടയിൽ ലേ ചെയ്തിട്ട് കൈയടിച്ചതുകൊണ്ട് കാര്യമില്ല. ഇവിടെ പിന്നെ ഞങ്ങൾ എന്തായാലും നിങ്ങൾ വെക്കും, പിന്നെ ഇത് ചർച്ച ചെയ്യും, അതിനല്ല തർക്കം, വെക്കുന്നതിൻ്റെ അല്ല. പക്ഷെ അതിനൊരു നിയമസഭയ്ക്കകത്തൊക്കെ ഒരു പ്രൊപ്പറേറ്റി ഉണ്ട്, ഒരു നിയമപരമായ കാര്യമുണ്ട്. ചെയറാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സാർ ഇവിടുത്തെ പ്രശ്നം എന്താ, ഇങ്ങനെ ഒരു 3 പേരുടെ കമ്മിറ്റി വരുമ്പോൾ ഫിനാൻസിന്റെ കാര്യത്തിനകത്ത് ഫിനാൻസിന്റെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ നോക്കിയാലേ ധവളപത്രം തയ്യാറാക്കാൻ പറ്റൂ. സാർ ധവളപത്രം സാധാരണ തയ്യാറാക്കുമ്പോൾ ധവളപത്രം ആദ്യം ബ്രിട്ടീഷുകാരാണല്ലോ തുടങ്ങിയത്. അവിടുത്തെ ഗവൺമെന്റ് ഡോക്യുമെന്റ് ഇന്നിപ്പോൾ പ്രൈവറ്റ് മേഖലയിലുണ്ട്. സാർ ഓഡിറ്റഡ് അക്കൗണ്ട്, ഓഡിറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ സർക്കാരിൽ ആർക്കാ അവകാശം? AGക്കേ ഉള്ളൂ, C&AG ആണ്. സാർ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയെ വെച്ചിട്ട് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഓഡിറ്റ് ഓർഗനൈസേഷൻസിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നും ഇത് പ്രിപ്പയർ ചെയ്യുന്നതും ധവളപത്രം ഇറക്കുന്നതും. സാർ ഇവിടെ 2011 UDF അന്ന് ഇറക്കിയ വൈറ്റ് പേപ്പറിന്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. അന്ന് അങ്ങ് ഈ സഭയിൽ അംഗമാണ്. സാർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് തയ്യാറാക്കിയത്. ഫിനാൻസിനകത്ത് ഫിനാൻസ് മിനിസ്റ്റർക്ക് അറിയാം, ഡെയിലി നമ്മുടെ ഫിനാൻസിന്റെ ഫ്ലോയും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും പ്രൊജക്ഷനും ഒക്കെ ധനകാര്യമന്ത്രി കാണും, ധനാധിപ സെക്രട്ടറി കാണും, വളരെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ കാണും. സാർ ഇത്തരം കാര്യങ്ങളനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇവിടെ വലിയ ബഹളം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൊടുക്കും എന്ന് ധനകാര്യമന്ത്രി സഭയിൽ പറയുന്നത് ഈ രഹസ്യ ഡോക്യുമെന്റ് അതൊരു സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്, അറിയുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് അതിനൊരു പ്ലാനിങ് കാണും, ഇപ്പോഴും പ്ലാനിങ് കാണും. സാർ ഈ ഡോക്യുമെന്റ് എല്ലായിടത്തും പുറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക രഹസ്യ രേഖകൾ ആർക്കും കൊടുക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് സാർ. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്രമപ്രശ്നമല്ലേ? ഔദ്യോഗിക രഹസ്യരേഖകൾ നിങ്ങളൊരു പ്രൈവറ്റ് ചാർട്ടേഡ്